ഇത്തവണ എല്ലാം നേർന്ന പുതിയൊരു തുടക്കത്തിനായി പോകുമ്പോൾ പാർവതി ആറ്റുകാൽ പൊങ്കാലയിലൂടെ തൻ്റെ പ്രാർത്ഥന ദേവിക്ക് മുൻപിൽ അർപ്പിക്കുകയാണ്. എല്ലാ വർഷവും പരമാവധി പറ്റുന്നതുപോലെ തന്നെ പൊങ്കാലയ്ക്കൊക്കെ തന്നെ നിൽക്കാറും പോകാറുമുണ്ട് പാർവതി. ഇപ്പോൾ ആ പതിവ് തെറ്റിക്കാതെ അമ്മയോടൊപ്പം പൊങ്കാലയിടാൻ എത്തിയിരിക്കുകയാണ്. ഇത്തവണ മൃദുലയ്ക്ക് എത്താൻ പറ്റിയില്ല. എന്നാൽ തൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്കിപ്പോൾ പാർവതി തൻ്റെ പുതിയ തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ആറ്റുകാൽ അമ്മയുടെ നടയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. പ്രേക്ഷകരും എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം. പ്രേക്ഷക പ്രീതിയോടെ തന്നെയാണ് ഇപ്പോൾ ഇത് മുൻപോട്ട് പോകുന്നത്. കാരണം പാർവതി ആ വാർത്ത പങ്കുവച്ചപ്പോൾ ആദ്യം എല്ലാവരും കരുതിയത് വിമർശനം പറയും ആരാധകർ എന്നാണ്. എന്നാൽ പാർവതിയുടെ വിവാഹ നിശ്ചയ വാർത്ത വന്നപ്പോൾ ആശംസകളായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. വിവാഹം വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അവസാനമായി കാണാതെ നിൽക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പാർവതിയെ കണ്ടിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യമാണ് എന്നും മറ്റുള്ളവർ അത് കണ്ടു പഠിക്കണമെന്നാണ് ആരാധകർ ഇപ്പോൾ പാർവതിയെ കണ്ട് പറയുന്നത്. വിവാഹമോചനം ഒന്നിൻ്റെയും അവസാനമല്ല, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിവാഹമോചനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. വിവാഹം അങ്ങനെ ജീവിതത്തിൽ നിന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് കളയേണ്ടതല്ല എന്ന് പറഞ്ഞു തരുന്ന വ്യക്തികളെ പലപ്പോഴും പ്രേക്ഷകർ ഇത്തരത്തിൽ ഏറ്റെടുക്കാറുണ്ട്. അതിലൊരാളായി തന്നെയാണ് എല്ലാവരും പാർവതിയെ കാണുന്നതും. കൃത്യമായി എല്ലാവരും ഇപ്പോൾ ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പാർവതി പൊങ്കാലയർപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ട്. ആരാധകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പ്രതികരണവും അതുപോലെ പിന്തുണയുമായി എത്തുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരമെന്ന നിലയിൽ തന്നെ എല്ലാവരും പാർവതിയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എത്തുമ്പോൾ തന്നെ പലരും വിമർശനം പറയും എന്ന് കരുതി തന്നെയാണ് ആരും ഇതിൽ ഇടപെടരുത് എന്ന് പാർവതി പറഞ്ഞത്. എന്നാൽ ഭൂരിഭാഗം പേരും വിമർശിക്കാതെ പകരം നല്ലത് മാത്രം കണ്ട് പാർവതിക്കും കുഞ്ഞിനും നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്തത്. പാർവതിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ പാർവതി നല്ലവണ്ണം പ്രാർത്ഥിക്കണമെന്നും പുതിയ ജീവിതത്തിലേക്ക് ഉള്ള തുടക്കമാണ് എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. എല്ലാ തവണയും ഈ പൊങ്കാല ഇടാറുണ്ടെങ്കിലും ഇത്തവണ വളരെയധികം സ്പെഷ്യലാണ് എന്ന് പാർവതി തന്നെ പറയുന്നുണ്ട്. അമ്മയോടൊപ്പം ഇപ്പോൾ പൊങ്കാലയർപ്പിച്ച് ദേവിക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് പാർവതി എത്തുന്നത്. വിവാഹത്തിന് മുൻപുള്ള പൊങ്കാലയാണ്. ഇനി അതിനുശേഷം നല്ലൊരു ജീവിതം തന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ തുടങ്ങാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പാർവതിക്ക് ആശംസയോടെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.